Hello friends, Assalamu alaikum. Welcome back to my channel, Siri on Live. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലോക്ക്ഡൗൺ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇതെല്ലാ വിശേഷങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലായിരിക്കും. അതുകൊണ്ടൊരു സോസ് റെസിപ്പി, ഒരു സിമ്പിൾ സോസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് ഹോട്ട് സോസ് എന്ന് പറയുന്നുണ്ട്, റെഡ് ചില്ലി സോസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തിലുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോസാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് എടുക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. റെസിപ്പിയിലേക്ക് എടുക്കാം. ഞാൻ ഒരു 6 ഉണക്കമുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്താൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റോളം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം, അല്ലാണ്ട് കുറേ വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി, 1 സ്പൂൺ പെരുംജീരകം, വലിയ ജീരകമാണ്, 1 സ്പൂണാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് കെച്ചപ്പാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ഒന്നുമല്ല. ഇത് റെഡിമെയ്ഡ് തന്നെ വാങ്ങിയ കെച്ചപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു നാരങ്ങ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ്ലി നമ്മളിപ്പോൾ മുളകാണ് എടുത്തിരിക്കുന്നത്. ഈ മുളക് ഒരു 6 എണ്ണം ഞാനൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. ഞാൻ പകുതിച്ചിട്ടാണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുരുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങനെ തന്നെ പകുതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വെള്ളത്തിൽ കുതിർത്താം, എന്നിട്ട് അങ്ങനെ തന്നെ കുരുവോട് കൂടി തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ആ കുരു നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം നല്ല വെള്ളം യൂസ് ചെയ്തതായിരിക്കും നല്ലത്, കാരണം അത് നമുക്ക് പിന്നീട് ആവശ്യം വരും ഇത് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മുളക് മാത്രം ഇട്ടാണ് ഞാൻ ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ അരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളിയും ജീരകം, പെരുംജീരകം 1 സ്പൂണാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ കെച്ചപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് ഈ സോസ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ മുളക് വെള്ളത്തിലിട്ടിരുന്ന് ആ വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ അരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെ വെള്ളം യൂസ് ചെയ്യാം. ഇൻ കേസ് മുളക് കുറവ് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വെള്ളം എടുത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു നാരങ്ങ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം ഈ സോസ്. ഞാനിവിടെ ഒരു ഓവർ കട്ടിയല്ല, എന്നാൽ ഓവർ ലൂസും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ചെടുത്തിരുന്നു. ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല ബ്ലെൻഡായിട്ടൊക്കെ ഈ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പുളി അല്ലെങ്കിൽ ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. കണ്ടില്ല, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചില്ലി സോസാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടാവും ഇതിനും. നമുക്കിത് അരിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. നമ്മൾ കുക്കിങ്ങൊക്കെ നല്ല ഈസിയാണ്, കാരണം നമ്മൾ നോൺ വെജ് ഫുഡ്, പിസ്സ, സാൻഡ്വിച്ച്, ബർഗർ അങ്ങനത്തെ ഒക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ കുക്കിങ്ങൊക്കെ ഭയങ്കര എളുപ്പമാവും ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും. അത് 1 മിനിറ്റത്തെ പണിയേ ഉള്ളൂ ഇത് ഫുള്ളൊന്ന് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സോസാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ സോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളെ കമൻസൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല, അതൊന്നും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇതുപോലൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.